എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രതിമാസ റേഡിയോ സംഭാഷണ പരമ്പരയായിട്ടുള്ള മൻ കി ബാത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് കേരളത്തിൽ നടന്ന ഒരു പുണ്യകർമ്മത്തെ സംബന്ധിച്ച് അദ്ദേഹം രാജ്യത്തെ അറിയിച്ചത് വഴിയായിരുന്നു. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളായിട്ടുള്ള ദമ്പതിമാർ വിധി കവർന്നെടുത്ത തങ്ങളുടെ കുരുന്നിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്ത സത്കർമ്മത്തെക്കുറിച്ചാണ് പ്രധാനമന്ത്രി രാജ്യത്തോട് സംസാരിച്ചത്. 10 മാസം മാത്രം പ്രായമുള്ള രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായിട്ട് ആലിൻ ഷെറിൻ മാറിയ സമയത്ത് ആ കുഞ്ഞിൻ്റെ വൃക്കകൾ വഴി, കരള് സ്വീകരിക്കുക വഴി, നേത്രപടലങ്ങൾ സ്വീകരിക്കുക വഴി 5 പേരുടെ ജീവിതമാണ് പ്രകാശമാനമായത്. ഇതിൻ്റെ ഒരു പുണ്യം എത്രമാത്രം വലുതാണ് എന്ന് പത്രമാധ്യമ വാർത്തകൾ, ദൃശ്യമാധ്യമ വാർത്തകളൊക്കെ വായിച്ച സമയത്ത്, കണ്ട സമയത്ത് നമ്മൾ സ്വയം അത് അനുഭൂതിയായിട്ട് അനുഭവിച്ചതാണ്. ഈ ഒരു ലഘു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശവും ഈ അവയവദാനം, വിശേഷ നേത്രദാനത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചെറിയ ആശയം പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്ത് 1 കോടിയിലധികം ആൾക്കാർ കാഴ്ച വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ആ 1 കോടി ആൾക്കാരിൽ നല്ലൊരു ശതമാനവും നേത്രപടലത്തിൻ്റെ തകരാറ് കൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ടവരാണ്. ഓരോ വർഷവും ഭാരതത്തിൽ ഏകദേശം 20,000-ഓളം പേർക്ക് നേത്രപടലത്തിൻ്റെ തകരാറ് കൊണ്ട് കാഴ്ച പരിമിതി നേരിടുന്നുണ്ട്, കാഴ്ച വെല്ലുവിളി നേരിടുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ. പക്ഷേ നേത്രപടലത്തിൻ്റെ തകരാറ് കൊണ്ട് കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് ഒരു പരിഹാരമുണ്ട്. ആരെങ്കിലും നേത്രപടലങ്ങൾ ദാനം ചെയ്യുകയാണ് എങ്കിൽ അവർക്ക് കാഴ്ച തിരികെ ലഭിക്കും. ചെറിയൊരു ശസ്ത്രക്രിയ മാത്രം മതിയാവും അതിന്. പക്ഷേ ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ കനിവ് പ്രതീക്ഷിച്ച് നേത്രപടലങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന സമയത്ത് 1 വർഷം നമ്മുടെ രാജ്യത്ത് ആകെ നടക്കുന്ന നേത്രദാനം വെറും 35,000 മുതൽ 50,000 വരെ മാത്രമാണ്. ഇത്രയും നേത്രദാനം മാത്രം നടന്നാൽ നിലവിൽ കാഴ്ചയ്ക്ക് വേണ്ടി കനിവോട് കൂടിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാർക്ക് പ്രകാശം ലഭിക്കുവാൻ എത്ര വർഷങ്ങളെടുക്കും എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അതേസമയം നമ്മുടെ രാജ്യത്ത് ഒരു ദിവസം മരിക്കുന്ന ആൾക്കാരുടെ എണ്ണം 10,000 കണക്കാണ്. ഓരോ ദിവസവും 10,000 കണക്കിന് നേത്രപടലങ്ങളാണ് ആർക്കും ഉപകാരപ്പെടാതെ ഒന്നുകിൽ അഗ്നിക്കിരയാവുകയോ അല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചു മൂടപ്പെടുകയോ ചെയ്യുന്നത്. അത് എത്രമാത്രം ഒരു ക്രൂരതയാണ്, കണ്ണിൽ ചോരയില്ലാത്ത പ്രവൃത്തിയാണ് എന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇവിടെയാണ് ആലിൻ ഷെറിൻ്റെ അവയവദാനത്തിലൂടെ പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളായിട്ടുള്ള ആ ദമ്പതിമാർ നമുക്ക്, നമ്മുടെ രാജ്യത്തിന്, ലോകത്തിനാകെ മാതൃകയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. നമ്മുടെ നേത്രപടലങ്ങൾക്ക് ഒരു പുരുഷായുസ് കൂടിയിട്ട് നിലനിൽക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അർത്ഥം, നമ്മുടെ കാലശേഷവും ഒരു ജീവിതത്തിന് പ്രകാശമേകി തുടരുവാനായിട്ട് നമ്മുടെ നേത്രപടലങ്ങൾക്ക് സാധിക്കും. മരണം സംഭവിച്ച് 6 മണിക്കൂറിനുള്ളിൽ നേത്രപടലങ്ങൾ ദാനം ചെയ്യപ്പെടുകയാണ് എങ്കിൽ അത് മറ്റ് 2 പേരുടെ, ഒരാൾ നേത്രപടലങ്ങൾ ദാനം ചെയ്യുന്ന സമയത്ത് 2 പേരുടെ ജീവിതത്തിലാണ് പ്രകാശം ലഭിക്കുക. അങ്ങനെ 2 പേരുടെ ജീവിതത്തെ പ്രകാശമാനമാക്കിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ യാത്രയാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിൽ പരം ഒരു പുണ്യം അവരുടെ ജീവിതത്തിനും മറ്റൊന്നുണ്ട്. അങ്ങനെ അവയവദാനം ചെയ്യുന്നതിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാർ അവർ ഇഹലോകത്ത് നിന്ന് പോകുന്ന സമയത്ത് അവരുടെ ഒരു ശേഷിപ്പ് തുടർന്നും ഈ ഭൗതികമായിട്ട് നമ്മുടെ ഈ ലോകത്ത് നിലനിൽക്കുന്ന സാഹചര്യം കൂടിയാണ് ഉണ്ടാവുന്നത്. കണ്ടുതീരാത്ത കാഴ്ചകൾ ബാക്കി വെച്ചിട്ടാണല്ലോ എല്ലാ ആൾക്കാരും ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത്. അങ്ങനെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത കാഴ്ചകൾ മറ്റൊരാളുടെ പ്രകാശമായിട്ട് കണ്ടു തീർക്കുവാനായിട്ട് നേത്രദാനത്തിലൂടെ സാധിക്കും. നേത്രദാനം എന്ന് പറയുന്ന പുണ്യത്തിലൂടെ നമ്മുടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിൽ പ്രകാശമാകുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ നേത്രദാന പ്രവർത്തനങ്ങളെ എല്ലാവരും അകമഴിഞ്ഞ് പിന്തുണയ്ക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന. മറ്റ് യാതൊരു തരത്തിലുള്ള നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളുടെയും കുരുക്ക് നേത്രദാനത്തിനില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം നേത്രദാനം മരണശേഷം മാത്രമാണ് നമുക്ക് ചെയ്യുവാൻ സാധിക്കുക. മരണശേഷമായതുകൊണ്ട് തന്നെ മരണപ്പെട്ട ആളുടെയോ അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെയോ സമ്മതം ഉണ്ടെന്നുണ്ടെങ്കിൽ 6 മണിക്കൂറിനുള്ളിൽ നേത്രപടലങ്ങളെ നമുക്ക് ദാനം ചെയ്യുവാൻ വേണ്ടിയിട്ട് സാധിക്കും.
നേത്രദാനത്തിൻ്റെ നടപടിക്രമങ്ങൾ എത്ര എളുതാണ് എന്ന് ചോദിച്ചാൽ നേത്രവാങ്ങിക്കുള്ള ഏതെങ്കിലും ആശുപത്രികളെ അറിയിച്ചാൽ അവർ പരേതരുടെ വീട്ടിലെത്തി ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ സമയം കൊണ്ട് നേത്രദാനത്തിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ചെലവുകളും ഇല്ലാതെ പൂർത്തീകരിച്ച് നൽകുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു ഇടപെടൽ, മരണസമയത്തെ ഒരു ഇടപെടൽ 2 പേരുടെ ജീവിതത്തിൽ പ്രകാശം ഏകുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നേത്രദാന പരിശ്രമങ്ങളെ, പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ, ഏറ്റെടുക്കുവാൻ സമൂഹത്തിന് സാധിക്കണം. അത് വലിയൊരു സത്കർമ്മമാണ്. ലക്ഷാവധി കാഴ്ചയില്ലാത്ത ആൾക്കാർ വെളിച്ചത്തിൻ്റെ ലോകത്തിലേക്ക് കടന്നു വന്നാൽ അവരും രാജ്യത്തിൻ്റെ പുരോഗതിയിൽ നമുക്കൊപ്പം നിരവധി സംഭാവനകൾ ചെയ്യുവാൻ പ്രാപ്തരായിട്ടുള്ള ആൾക്കാരായിട്ട് മാറും. നിരവധി കുടുംബങ്ങളുടെ അത്താണിയായിട്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് മാറുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അവർ സ്വയം പര്യാപ്തരാകുന്നതോടുകൂടിയിട്ട് നമ്മുടെ സമൂഹവും രാജ്യവും പുരോഗമിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സത്കർമ്മത്തിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം, നേത്രദാന പരിശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുക വഴി ഉണ്ടാവണം എന്നുള്ള ഒരു അഭ്യർത്ഥന വിനീതമായി ഏവരുടെയും മുമ്പിൽ വെക്കുന്നു. സക്ഷമ ഇതിനകം തന്നെ കേരളത്തിൽ 500-ലധികം നേത്രദാനങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമ്മുടെ തൊട്ടടുത്തുള്ള കോട്ടയം ജില്ലയിൽ 150-ലധികം നേത്രദാനങ്ങൾ സക്ഷമ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുവഴി ഏകദേശം 300ഓളം പേർക്ക് കാഴ്ച പകരുവാൻ വേണ്ടിയിട്ട് സക്ഷമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഈ പരിശ്രമങ്ങളിൽ സക്ഷമയോടൊപ്പം ചേരണമേ എന്ന് എല്ലാ സജ്ജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. നമസ്കാരം.